പിന്നെ ഇപ്പൊ അടുത്ത് ഞങ്ങളുടെ ഷോപ്പില് ഒരു പയ്യൻ വന്നു, കപ്പിളായിട്ട്. ഇവനും എന്റെ ഗേൾ ഫ്രണ്ടും വന്നു. പയ്യൻ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ പോലത്തെ ഒരു ഇന്ത്യക്കാരൻ. ഇവിടെ കനേഡിയൻ ഇന്ത്യൻ ഒന്നല്ല, നാട്ടിൽ നിന്ന് വന്ന ഇന്ത്യക്കാരൻ. ഇവന്റെ ഗേൾ ഫ്രണ്ട് പറഞ്ഞാൽ ഏഷ്യനായിരുന്നു. അപ്പൊ ചൈനീസോ ഫിലിപ്പീനോ ജാപ്പനീസോ കൊറിയനോ ഒക്കെ ആവാം. അതെ, ഏഷ്യനാണ്. അങ്ങനെ ഇവന് പാവ ആണെന്ന് എനിക്ക് കണ്ടപ്പോ പാവ ഒരു ചെക്കനായ തോന്നിയ. ഇവൻ കൊറേ നേരം ഇപ്പൊ മെനു ഇങ്ങനെ നോക്കി നിന്ന് എന്ത് വാങ്ങിക്കണം എന്ന്. എനിക്ക് തോന്നുന്നേ ഈ കൊറേ നേരം മെനു നോക്കുമ്പോ തന്നെ നമുക്ക് മനസ്സിലായി ഇവൻ ആളിച്ചിരി ബ്രോക്കാണ്. നമുക്ക് നമ്മളറിയാലോ ഇവ കാൽക്കുലേറ്റ് ചെയ്യാം. കുറേ നേരം ഇപ്പൊ മെനു നോക്കി നിന്നിട്ട് ഇപ്പം വന്നിട്ട് ഒരു മിൽക്ക് ഷേക്കും ഒരു ക്രേപ്പും ഓർഡർ ചെയ്ത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഏത് ക്രേപ്പാന്നൊക്കെ ചോദിച്ചപ്പം ഇവന് ക്രേപ്പ് എന്താന്ന് അറിയില്ല. അപ്പൊ ഈ ഗേൾ ഫ്രണ്ട് പറഞ്ഞാണ് അവൾക്ക് ക്രേപ്പ് വേണം, അപ്പൊ അവൾക്ക് വേണ്ടി ഓർഡർ ചെയ്യാണ്. അപ്പൊ പറഞ്ഞു, അവന് പാവം ചെക്ക, കാരണം ഇവ ഓണസ്റ്റ് ആയി പറഞ്ഞേ ഐ ആക്ച്വലി ഡോണ്ട് നോ വാട്ട് ദിസ് തിങ് ഇസ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ഇങ്ങനെ ഓക്കെ അങ്ങനെ ഞാൻ ബില്ലടിച്ച് ഞാൻ അവന് കൊടുത്ത്. അപ്പൊ ടിപ്പിന്റെ മെനു വന്ന്. അപ്പൊ ഇവ അങ്ങനെ കുറച്ചു നേരം ഇങ്ങനെ നിന്ന് എന്താ ഞാൻ ചെയ്യാന്ന്. എന്നിട്ട് ഇവന് നോട്ടിപ്പ് ഇങ്ങനെ നെക്കി, നോട്ടിപ്പ് അങ്ങ് നെക്കി. അതും എന്റെ ഗേൾ ഫ്രണ്ട് ഇവനെ ഹൊറിബിൾ പേഴ്സൺ എന്നിട്ട് ഇവരങ്ങനെ തല്ലാൻ തുടങ്ങി. അപ്പൊ ഇവനങ്ങ് തിരിഞ്ഞിട്ട് നോ a broke person is what I am. എനിക്കത് പാവം തോന്നി ചെക്കനോട്. ഇവനാണെങ്കിൽ ഇങ്ങനെ ഇവനൊരു, അതായത് ഒരു പെൺകുട്ടിനെ ഡേറ്റ് ചെയ്തും പോയി, ഇവനെ മെയിൻറ്റെയിൻ ചെയ്യും വേണം, അപ്പൊ ഫുഡൊക്കെ വാങ്ങിച്ച് കൊടുക്കും വേണം. ഞാൻ ബ്ലെയിം ചെയ്യില്ല, കാരണം എനിക്ക് ഫസ്റ്റിലെ 4 months വർക്ക് ഇല്ലാത്തപ്പോ ഞാൻ ടിപ്പ് ചെയ്തിട്ടില്ലായിരുന്നു. ഇതന്നെ അവസ്ഥ, നമ്മള് ബ്രോക്കാണ്. അല്ല, ടിപ്പ് ഓരോരുത്തരുടെ ചോയ്സ് ആണ്. നമ്മളെ എൻകറേജ് ചെയ്യണം, പക്ഷെ അത് മാൻഡേറ്ററി ആയി വെക്കാനൊന്നും പറ്റില്ല. ഇവന്റെ സിറ്റുവേഷൻ അങ്ങനെ ഈ പാവം തോന്നി തിരിച്ചിട്ട് നോ, എ ബ്രോക്ക് പേഴ്സൺ ഇസ് വാട്ട് ഐ ആം എന്നൊക്കെ പറയാം. അതെ, കോടിയാണ്.